പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശുമിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്തോ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 6 പള്ളിക്കൂദാശാകാലം 1-ാം തിങ്കൾ. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 8 വരെയും വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 6 മുതൽ 12 വരെയും. അരുവി ഒരേ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? ക്രിസ്തുവിന്റെ രാജകീയ ജെറൂസലം പ്രവേശനത്തിന്റെയും ദൈവാലയ ശുദ്ധീകരണത്തിന്റെയും പശ്ചാത്തലത്തിൽ എങ്ങനെയും യേശുമിശിഹായെ വാക്കിൽ കുടുക്കി ഉന്നത യഹൂദമത കോടതിയായ സാൻഹെദ്രിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു പുരോഹിത പ്രമുഖരും നിയമജ്ഞരും ജനപ്രമാണികളും. നിയമം പൂർത്തിയാക്കാൻ വന്നവൻ എന്ന കണക്കുള്ള ഈശോയുടെ പല പ്രബോധനങ്ങളും ജനങ്ങളുടെ സവിശേഷ ശ്രദ്ധ ഇതിനകം ആകർഷിച്ചു കഴിഞ്ഞു. എല്ലാവരും അവനെ ഏലിയായോ പ്രവാചകരിൽ ഒരുവനായോ ഒക്കെ സ്വീകരിക്കാൻ തുടങ്ങി. ഇത് യഹൂദരെ ഒത്തിരി അസൂയാലുക്കളാക്കി. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, അവർ ചിന്തിച്ചു. അവനെ എങ്ങനെയെങ്കിലും വാക്കിൽ കുടുക്കി ദൈവദൂഷണം പറയുന്നവനാക്കി സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ച് ശിക്ഷിക്കണം. അതിനുള്ള എളുപ്പ വഴിയായിരുന്നു യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന ചോദ്യം. ഏതുത്തരം പറഞ്ഞാലും മിശിഹ കുടുക്കിലാണ്. പറഞ്ഞില്ലെങ്കിലോ റബ്ബി എന്ന മനുഷ്യർ കണക്കാക്കുന്നത് അർത്ഥമില്ലെന്ന് അവർക്ക് തെളിയിക്കുകയുമാകാം. മറ്റൊരിടത്ത് ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, വായിലേക്ക് പ്രവേശിക്കുന്നതല്ല ഒരുവൻ അശുദ്ധനാക്കുന്നത്, പകരം വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഹൃദയത്തിൽ അശുദ്ധിയും വെറുപ്പും വിദ്വേഷവും ഒക്കെ മറച്ചുകൊണ്ടുള്ള നിയമജ്ഞരുടെ ഫരിസേയരുടെ കാപട്യ ജീവിതത്തിന് ബദൽ ശൈലി ഒരുക്കുകയാണ് ക്രിസ്തു ഇന്നിവിടെ. പിതാവിൽ നിന്ന് കേട്ടത് മാത്രം പങ്കുവെക്കുന്നവനാണ് അവൻ. ആ പിതാവിന്റെ മഹത്വം മാത്രമാണ് അവൻ അന്വേഷിച്ചത്, മനുഷ്യരുടെയല്ല. ദൈവത്തോട് ചേർന്നുള്ള ഈ ആധികാരികത നഷ്ടമാക്കുന്നവന്റെ നാവ് തീക്ക് സമാനമാണെന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ ഇന്നത്തെ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കാപട്യത്തിന്റെ ഈ അധരമല്ല, ദൈവവചനം കൂടെ ശ്രവിച്ചുകൊണ്ടും ദൈവവചനത്തിന് വിധേയപ്പെട്ടുകൊണ്ടും ശുദ്ധമായ അധരത്തോടും നിർമ്മലമായ മനസാക്ഷിയോടും കൂടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാൻ, അവിടുത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ പിതാവിൽ ശ്രമിച്ചതെല്ലാം നമ്മോട് പങ്കുവെച്ച്, അവന്റെ വചനം നമ്മുമായിട്ട് പങ്കുവെച്ച് നമ്മുടെ അധരത്തെ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവന്റെ യാഗത്തിൽ പങ്കെടുക്കുന്ന നമുക്ക് ക്രിസ്തുവിന്റെ ഈ ആധികാരികതയിൽ പങ്കുപറ്റാൻ, അവന്റെ മഹത്വം അന്വേഷിക്കാം. മനുഷ്യരുടെ മുൻപിലുള്ള പേരും പ്രശസ്തിയുമല്ല. തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.